അതെ വർക്കിച്ച ഒരു കല്യാണം നോക്കണ്ടേ? നിനക്ക് അങ്ങനെ തോന്നിയാ? പിന്നെ എത്ര നാളായി തോന്നിയിട്ട്. എനിക്കറിയാം, മീശി താടിയൊക്കെ പോയപ്പോ തന്നെ എന്നെക്കാണ ഒരു 20 വയസ്സെങ്കിലും കുറഞ്ഞിട്ടുണ്ടാവും. അയ്യേ ഇവിടെ കള്ളക്കളവാ. നിങ്ങൾക്ക് കല്യാണം നോക്കണ കാര്യമല്ല പറഞ്ഞത്. പിന്നെ ആരത്? നിനക്കാ? എനിക്കാ? ഈ പ്രായത്തിലാ? നിത്യമോക്ക് അതിന് പ്രായം എത്രയാന്നറിയാമോ? ഇവിടെ ഇങ്ങനെ നിർത്തിക്കൊണ്ട് നിന്നാ മതിയോ? പോരാ. ആ പോരാ. അതിനിങ്ങനെ നിർത്തിയാലേ എന്റെ ആങ്ങളെ ഓർക്കും ഞാൻ അതിനെ വളർത്തി മൂക്കി പല്ലു വളയ്ക്കുന്നവരെ നിർത്തിയിരിക്കുവാന്ന്. നമുക്ക് മാത്രം തോന്നിയാ പോരാ, അവക്ക് തോന്നണ്ടേ? അവളെ കൊണ്ട് എങ്ങനെയെങ്കിലും തോന്നിപ്പിക്കാം. നമുക്കൊരു കല്യാണം ആലോചിക്കാം. അതിന് പ്രായമായി. പെമ്പിള്ളേരല്ലേ, നല്ല പ്രായത്തിൽ കെട്ടിച്ചു വിട്ടില്ല, നേരെ ചൊവ്വയുള്ള ആലോചനയൊന്നും കിട്ടത്തില്ലെന്നേ. ഞാൻ എൻ്റെ പരിചയത്തിലുള്ള ഒരു ബ്രോക്കർ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവള് ഉള്ള സമയത്ത് വരുത്താൻ കൊള്ളത്തില്ല. വരുത്തി കഴിഞ്ഞാൽ അയാൾ അവള് ഭസ്മീകരിച്ചു കളയും. എന്നാ ഒരു കാര്യം ചെയ്യും, അവൾ ഇല്ലാത്തപ്പോ ആ ബ്രോക്കറോട് ഇങ്ങ് വരാൻ പറ. നമുക്കൊന്ന് സംസാരിച്ച് ഒരു കാര്യങ്ങളൊന്ന് നീക്കുപോക്കാക്കിയിട്ട് അവളോട് പറയാം. അങ്ങനെ ചെയ്യാം. അതാകുമ്പോ കാര്യം നടക്കുകയും ചെയ്യും. ഇല്ലെങ്കിൽ ഉണ്ടല്ലോ, അവക്ക് പൊതുവെ എന്നെ കണ്ണെടുത്താ കണ്ടുകൂടാ. എങ്ങനെയാ കാണുന്നത്? നിങ്ങൾ നേരെ നോക്കിയ ഇടിയല്ലേ. ഇപ്പൊ വന്ന് അങ്കിളെന്നുള്ള വിളി മാറ്റി അയാൾ ഇയാളെന്നൊക്കെ ആയി. അത് പറഞ്ഞിട്ട് കാര്യമില്ല. നിന്റെ കുടുംബത്തിൽ അത്ര സംസ്കാരമുള്ളൂ. എന്റെ കുടുംബത്തെ പറഞ്ഞാലുണ്ടല്ലോ, പെണ്ണിനെ കല്യാണം ആലോചിക്കാൻ പറഞ്ഞപ്പോ ഉടനെ എന്റെ കുടുംബക്കാരെ പറയുന്നു. നിങ്ങൾ ആ ബ്രോക്കറോട് വരാൻ പറ, ആ പെങ്കൊച്ചില്ലാത്ത നേരം. ഞാൻ പറയാം, നിന്റെയൊക്കെ സ്വഭാവം എടുക്കാതിരുന്നാ മതി. ഓ ആന്റി, എല്ലാത്തിനും ഒരു കുറ്റവും കുറവും കണ്ടുകൊള്ളും. ഉണ്ടല്ലേ? പിന്നെ എങ്ങനെ നടക്കും? ആന്റി, പെണ്ണല്ലേ വിളിക്കുന്നത്? ആന്റി, ഓ വിളിച്ചു കൂവുന്നു. ആന്റി, ആന്റി, ഇവിടെ പോയി കിടക്കും. ഞാനിപ്പോ വരാം, ചെന്നിട്ട് വരട്ടെ. എങ്ങനെ നടക്കും? ആദ്യം അയിലിരിപ്പ് ശരിയാവണം. അവക്കും കൂടെ തോന്നണ്ടേ ഒന്ന് കെട്ടണമെന്ന്. അതാണ്. ഇങ്ങനെ ജീവിച്ചാൽ മതിയെന്ന് വിചാരിക്കും. ഇവളതല്ലേ ബാക്കി. ആന്റി, എന്നാ ഒച്ച കിടന്നോണ്ട് ഇങ്ങനെ കൂവുന്നത്? പോയി കിടക്കായിരുന്നു. ഞാൻ വർക്കിച്ചനുമായിട്ട് പറമ്പില്. വർക്കിച്ചനായിട്ട് പറമ്പില്? പറമ്പില് തന്നെ തേങ്ങ പെറുക്കുന്നു. തേങ്ങ പൊറുക്കായിരുന്നല്ലേ? ഞാൻ എന്നാ കിടന്നോണ്ട് ഇങ്ങനെ തൊള്ള? ഒന്നുമില്ല, എനിക്കൊന്ന് പുറത്തു പോണം, അത് പറയാൻ വേണ്ടി വിളിച്ചതാ. നീ ഇപ്പൊ എന്നത്തിനാ പുറത്തു പോകുന്ന? ഞാനിപ്പോ എന്നാത്തിനാ പുറത്തു പോണോന്ന്? എനിക്ക് എല്ലാം കുറെ ആവശ്യമുണ്ട്. അതെന്തിനാ ഇങ്ങനെ ചോദിക്കണ? എനിക്ക് ഇഷ്ടമല്ല എന്നെ ചോദ്യം ചെയ്യുന്ന. നീ എന്ത് കാര്യത്തിന് ഇപ്പൊ പുറത്ത് പോണേന്നാ ചോദിക്കുന്നത്? ഞാൻ പോകുന്ന പല കാര്യത്തിനായിരിക്കും. എനിക്ക് പറയാൻ ഇഷ്ടമില്ല. എനിക്ക് ഫ്രീഡം വേണം. നീ ഇവിടെ അത്യാവശ്യം ഫ്രീഡത്തിലാണല്ലോ ജീവിക്കുന്നത്. ഇപ്പൊ എന്തിനാ പോണത്? എനിക്ക് ഇത്ര ഫ്രീഡം പോരാ. എനിക്ക് ഞാൻ എന്റെ വയസ്സ് പറയുന്നില്ല, പക്ഷെ എനിക്ക് പ്രായപൂർത്തിയായി. ഇപ്പൊ നീ എവിടെ പോണെന്നാ ഈ ചോദിച്ചത്? എന്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ പോവാ. ഏത് ഫ്രണ്ട്? അശ്വരൂഢ രാജചന്ദ്ര പ്രപഞ്ചനാഥ തമ്പുരാൻ. അയ്യേ, ഇതെന്തൊരു പേര്? ഇങ്ങനെയൊക്കെ ആർക്കെങ്കിലും പേരിടുവോ? ആന്റി കേട്ടിട്ടില്ലേ? ഇല്ല. 10 തലയാ, വലിയ പുള്ളിയാ. ഇത് ഏതില്ലത്തെയാ? തമ്പുരാനാ. ഏത് കോലത്തെ? ഏതില്ലത്തെ? ഒന്നും ഇല്ലാത്തടത്തെയാ. പോട്ടെ. കൊഴപ്പൊന്നുമില്ലല്ലോ? കൊഴപ്പമുണ്ട്. എന്താ? അല്ല, നീ പറഞ്ഞ പേരിൽ എന്തോ ഒരു മിസ്റ്റേക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഒരു പേരുള്ള ഒരാൾ ഈ ലോകത്ത് കാണത്തില്ല. ആന്റിന്റെ കണ്ണോണ്ട് കേൾക്കുന്നതും ചെവിയോണ്ട് കേൾക്കുന്നതും ഒക്കെ മിസ്റ്റേക്ക് ആയിരിക്കും. കാരണം ആന്റി മൊത്തത്തിൽ മിസ്റ്റേക്ക് ആണല്ലോ. അയ്യോ, നമ്മൾ പിന്നെ എല്ലാം തികഞ്ഞതാണല്ലോ, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. എല്ലാം തികയാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോ ഈ മീറ്റിങ്ങിന് പോണത്. ഓക്കെ, മനസ്സിലായോ? ആന്റി പോയി പറമ്പില് വർക്കിച്ചനുമായിട്ട് നടക്കട്ടെ. നടക്കട്ടെ. എന്തോ ഈ പെണ്ണി പറയുന്നു. ഇതിനെയൊക്കെ തീറ്റി പോറ്റാ ഞാൻ പെടുന്ന പാട്. വർക്കിച്ച, ഇതെന്തോ ഈ കണ്ടോണ്ടിരിക്കുന്ന ഈ പ്രായത്തില്? ആന കയറി വന്നതാണ്. അയ്യോ, താന കയറി വന്ന, അല്ലാതെ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചതല്ല. ഞാൻ നോക്കി എന്ത് ഒരു സംസ്കാരം ഇല്ലാന്ന്. അത് മാറ്റി വെക്കും. ദേ, വിളിക്കുവാണെങ്കിൽ ആ ബ്രോക്കറെ ഇപ്പൊ വിളിച്ചു വരുത്തണം. നമ്മൾ കാര്യങ്ങളൊന്നും സംസാരിക്കണ്ടേ? ആ പെണ്ണെ ആരണ്ടേ കാണാനായിട്ട് പുറത്തേക്ക് പോകാൻ വേണ്ടി പോയി. എന്തായാലും ഉച്ച കഴിയും വരാനായിട്ട്. ആ നേരം കൊണ്ട് ബ്രോക്കർ വരുവാണെങ്കിൽ നമുക്ക് കാര്യങ്ങൾക്ക് ഒരു നീക്കുപോക്ക് ആക്കാലോ. വേഗം വിളിക്കും. ആവശ്യത്തിന് നോക്കുമ്പോ ആ തെണ്ടിയുടെ ഫോൺ നമ്പർ കാണാം. അല്ലേലും ആവശ്യമുള്ളൊന്നും നിങ്ങളുടെ ഫോണിൽ കാണത്തില്ല. നിനക്ക് നീ ഈ മോനെ വെച്ചുള്ള വർത്താനം നിർത്തിയിട്ട് വിളിക്ക് മനുഷ്യ.
ഹലോ ഹലോ, ഇത് വർക്ക് ചെയ്യാ വസതിന്ന്. ഞാൻ രാജീവാ, എടപ്പള്ളിന്ന്. സുഖം തന്നെയല്ലേ? ഓ സുഖം. അവിടെയോ? പരമസുഖം. ഇവിടെ അങ്ങനെയൊക്കെ തന്നെ. ആ, അവിടെ മഴയുണ്ടോ? മഴ ഉണ്ടാക്കണോ? വേണ്ട. എന്തെങ്കിലും കാര്യം പറ. ഓ ഓ സുഖാണോ എന്ന് കാര്യം ആ ആ ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓരോരുത്തരും ഓരോ കാര്യം പറയണം. അതിനകത്ത് താൻ ഏത് കാര്യം പറഞ്ഞേ? ഞങ്ങളെ കൊച്ചിനൊരു നല്ല ചെറുക്കം വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. തന്റെ കൊച്ചിന്റെ പേരെന്തുവാ? നിത്യ. നിത്യ. നിത്യക്കൊരു പയ്യൻ. നിത്യക്കൊരു പയ്യനോ? നിത്യക്ക് ആ റേഞ്ചൊക്കെ എത്രയാ നോക്കണേ? വലിയ റേഞ്ചിലൊന്നും പിടിക്കണ്ട, ഒരു ന്യൂട്രൽ പിടിച്ചാ മതി. ഇതെന്തുവാ, വണ്ടിയോ? ന്യൂട്രൽ പിടിക്കേ? ഇന്ന് തന്നെ വരാൻ പറ. ഇന്ന് വരാൻ പറ്റുമോ? ഇന്നിപ്പോ എത്രയാണ്? ഇന്നിപ്പോ എത്ര കഴിഞ്ഞ 9, 9, 9, 10, 10, 11, 11. ചായ കുടിച്ചിട്ടൊക്കെ വന്നാ മതി സാവധാനത്തിലേ. ഞാൻ വർക്കല്ല, താൻ പിറക്കിയാന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ ചായയും ചോറും കഴിച്ചാൽ വീട്ടിൽ നിന്ന് വരുള്ളൂ. എന്ത് പുല്ലെങ്കിലും കാണിക്കും, താൻ ഇങ്ങോട്ട് വന്നാ മതി. ഞാൻ വന്നോളാം. എനിക്ക് അതിന് ലൊക്കേഷൻ വെച്ചത് അയച്ചിട്ടേക്കാം. സ്വന്തം വീട് ലൊക്കേഷൻ അയക്കണം. സ്വന്തം വീട് ലൊക്കേഷൻ അയക്കണം. വല്ലവരും വീണ്ടും അയക്കില്ലെന്ന്. നിനക്ക് ഇപ്പോഴും ഈ പുകഴ്ത്തുന്ന കാര്യത്തിൽ ഒരു കുറവുമില്ല. എന്നെ പറ്റി പുകഴ്ത്തുക. അപ്പൊ ശരി, ശുഭദിനം. ആ ശരി എന്നാ. ആ ആ അയാൾക്ക് നമ്മുടെ വീടറിയാവോ? വീടൊക്കെ ലൊക്കേഷൻ അയച്ചു കൊടുക്കുക. എന്നാ വേഗം അയച്ചു കൊടുക്ക്. അയാളോട് പെട്ടെന്ന് വരാൻ പറ. ആ പെങ്കൊച്ച് വരുന്നതിന് മുമ്പ് എങ്ങനെയെങ്കിലും ഈ കാര്യം ഒന്ന് നടത്തിയെടുക്കണം. അതൊക്കെ നടത്താൻ പറ്റും. അതിനിടയ്ക്ക് അവളെ വിളിച്ചിട്ട് അവളെ എവിടെയുള്ളതെന്ന് ചോദിക്കും. അവൾ ഇപ്പോഴും വരത്തില്ല, ഉച്ച കഴിയുന്നേ. ഏതോ ഫ്രണ്ടിനെ കാണാൻ പോയതാ. ആണോ? എന്നാ നമുക്കിത് നടത്താം. നല്ല വർക്കിച്ച. ആ, ഇത് മൊത്തത്തിൽ ഇപ്പൊ എത്ര ഏക്കർ വരും ശരിക്കും? ഒരു 60 ഏക്കർ വരും. 60 ഏക്കറാ? 60 ഏക്കർ ഉണ്ട്. ആണോ? അപ്പനുണ്ടാക്കിയതൊന്നല്ല. പിന്നെ അപ്പൻ്റെ ഞങ്ങള് കത്തോലിക്കാരാ. ഞങ്ങള് ആയ കാലത്ത് പാരമ്പര്യമായിട്ട് 10, 60, 100 വർഷങ്ങൾക്ക് മുമ്പ് വന്നതാണ്. അറിഞ്ഞ് പണിയെടുത്താണ്ടല്ലോ നല്ല വരുമാനം ഉണ്ടാക്കാൻ പറ്റിയ ഭൂമിയാ. ആണ്. എന്ത് പ്രയോജനം? അങ്ങേര് പഞ്ഞിക്കൃഷി ചെയ്ത് എല്ലാം കൊണ്ട് മുടിപ്പിച്ചു. ആ അല്ല, വർക്കിച്ചേട്ടനായിട്ടൊന്നും മുടിപ്പിച്ചിട്ടില്ല പറഞ്ഞു വരുമ്പോ. എനിക്ക് ഇതിലൊന്നും ഇൻട്രസ്റ്റ് ഇല്ല. അതെ, ഞാൻ പണിയെടുക്കാൻ കഴിയാലഞ്ഞിട്ടല്ല. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, എനിക്ക് ഭയങ്കര ക്ഷീണമുണ്ട് ഈ ഇടയായിട്ട്. ഓ, അത് ഈ ഉറക്കമൊന്നും ശരിയാവുന്നില്ല. നമ്മളെ കിരൺ മോനെവിടെ പോയി? അവൻ വീട്ടിൽ പോയി. അവനെ കൊണ്ടൊരു കാര്യം ഉണ്ടായിരുന്നു. അവനെ കൊണ്ട് എന്ത് കാര്യം? അവനിന്ന് വരൂ? അറിയത്തില്ല, ഇന്നാണോ നാളെയാണോ വരുന്നതെന്നൊരു സംശയം. വരുവാണെങ്കിൽ ചിലപ്പോ എങ്കിൽ ഒരു അറിയത്തില്ല വരുമെന്ന്. നീ ഏതെങ്കിലും ഒന്ന് പറ, വരുമോ വരത്തില്ലയോ? അല്ല, എന്താ കാര്യം? കാര്യമൊന്നുമില്ല. ഞാൻ ഈ അപ്പൻ്റെ ബിസിനസ്സിലേക്കല്ല, ഞാൻ സ്വന്തമായിട്ട് ഒരു ബിസിനസ് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പം അതിൻ്റെ മിഷ്യൻ്റെ വിലയൊക്കെ ചോദിക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ ഏജൻറ്റിനെ വിളിച്ച് ഞാൻ ചോദിച്ചിട്ടുണ്ട്. നീ അവിടെ പോയി ജസ്റ്റ് ഒന്ന് ചോദിച്ചാൽ മതി. അല്ല, ഞാൻ പോകുന്നതുകൊണ്ട് എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നു. നമുക്ക് എന്താണ് ഗുണം എന്നുള്ളതാണ്. ഗുണമില്ലാത്ത പരിപാടി ഈ വർക്ക് നീ ഏൽപ്പിക്കുമോ? അല്ല, ഗുണം എന്താണെന്ന് പറഞ്ഞില്ലല്ലോ. നീ അവിടെ പോകണം, ആ മിഷ്യൻ്റെ ഡീറ്റെയിൽ വാങ്ങിയിട്ട് ഇങ്ങോട്ട് വരണം. എന്നാ വിട്ടോ, പൊയ്ക്കോളെ. ഇതിന് എന്നെ ഒഴിവാക്കുന്ന പോലെ തോന്നുന്നുണ്ടല്ലോ. എടാ, അങ്ങേരൊക്കെ അവിടെ കാത്തു നിൽക്കുകയാന്ന്. ഏതങ്ങേര്? എൻ്റെ ഫ്രണ്ട്. ആണോ? ആ എന്നാ ആ ഇവനെയല്ല, ഇവൻ്റെ അപ്പാപ്പനെ വരെ ഞാൻ ഇവിടെ നിന്ന് ഒഴിവാക്കും. ഇവന്മാരുണ്ടെങ്കിൽ ഈ കാര്യം നടക്കത്തില്ല. അവൻ കിരണും അവനും കൂടി ഒരു ടൈപ്പാണ്. അത് ശരിയാവത്തില്ല. ഇത് കലങ്ങും.